ഹായ് ഹലോ. വീടിൻ്റെ അടുത്തൊരു പള്ളിയറയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കും. അപ്പം ഇന്ന് അവിടെ പോയിട്ട് വരാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ പള്ളിയറ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളനിയുടെ നടുക്കായിട്ടുള്ളൊരു പള്ളിയറയാണ്. ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം എന്ന് പറയും. അപ്പം ഞങ്ങൾ തെയ്യമൊക്കെ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പള്ളിയറയും കൂടിയുണ്ട്. അത് തറവാട് വകയുള്ളതാണ്. അവിടെയും തെയ്യമൊക്കെ ഉണ്ടാവും. അത് ആ തറവാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് നടത്തുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളനിയുടെ നടുക്കായിട്ടുള്ളതാണ്. ഇപ്പോൾ കോളനിക്കാരൊക്കെ കൂടിയിട്ട് എല്ലാവരും പൈസ ഒക്കെ എടുത്ത് കൂട്ടിയിട്ടാണ് ഇവിടെയൊക്കെ തെയ്യം നടത്തുന്നത്. പള്ളിയറ ദേവസ്ഥാനം എന്നൊക്കെ പറയും. ഞങ്ങൾ കൂടുതൽ പള്ളിയറ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ തെയ്യം നടത്തുന്നത് പറഞ്ഞാൽ മാവില തുളുവൊക്കെ സംസാരിക്കുന്ന മാവില സമുദായത്തിൽപ്പെട്ട അവരാണ് ഞങ്ങളുടെ ഇവിടെ കൂടുതലും തെയ്യം നടത്തുന്നത്. പല രീതിയിലുള്ള തെയ്യങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ പല രീതിയിലുള്ള തെയ്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളുടെ തുളുനാടുമായി ബന്ധപ്പെട്ടുള്ള തെയ്യമാണ് കൂടുതലും നടത്തുന്നത്. പിന്നെ ഇത് തെയ്യത്തിൻ്റെ പ്രസാദം മഞ്ഞക്കുറിയാണിത്. ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കത്തിക്കും. ഇവിടെ എല്ലാ വർഷവും തെയ്യം ഉണ്ടാവും. ഈ പള്ളിയറയിലാണെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് തെയ്യം ഉണ്ടാകുന്നത്. പിന്നെ മറ്റേ പള്ളിയറയിൽ ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് തെയ്യം നടത്തുന്നത്. ഇതിപ്പോൾ ഒരു 7 വർഷത്തിന് ശേഷം പുതുക്കി പണിതതാണിത്. പുതിയ പള്ളിയറയാണ്. ഇപ്പോൾ ഇവിടെ ഇത് പണിതതിന് ശേഷം ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ തെയ്യം നടത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ മെയ്യിലാവുമ്പോഴാണ് തെയ്യം ഉണ്ടായിരുന്നത്. അപ്പം അത്രയും നാൾ ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു ഓല കൊണ്ട് മേഞ്ഞ ഒരു പള്ളിയറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ മാറ്റി ഇപ്പോൾ പുതിയത് ഇതാക്കിയതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗുളികൻ്റെ പുതിയ പ്രതിഷ്ഠയായിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗുളികൻ്റെ പ്രതിഷ്ഠ. ഗുളികൻ എന്ന് പറയാമെങ്കിലും ഞങ്ങൾ പുളിയൻ എന്നൊക്കെയാണ് പറയാം. അങ്ങനെ തന്നെയാണ് മുമ്പ് നമ്മുടെ മൂത്തവരൊക്കെ വല്യമ്മമാരും വലിയച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു അറിവ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിൻ്റെ പേര് ഗുളികൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനന്ന് തെയ്യം കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. ഈ വർക്കും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തത് ഞങ്ങളുടെ നാട്ടിലെ ചെക്കന്മാർ തന്നെയാണ്. പെയിൻ്റ് അടിയും അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഇവിടെ നല്ല നെല്ലൊക്കെ വിതച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തത്. സ്ഥിരം ഇവിടെ വരുന്ന പള്ളിയറയിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർ തന്നെയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനൊരു നെൽകൃഷി പോലെ ചെറുതായിട്ട് ചെയ്തിട്ട് കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ദൂരത്തും താഴെന്ന് കുറച്ച് ഹൈറ്റിലാണ് ഈ പള്ളിയറ ഉള്ളത്. അപ്പോൾ നമ്മൾ താഴെന്ന് കയറി വരുമ്പോൾ ഈ സൈഡിൽ ഈ നെൽകൃഷിയും പിന്നെ പള്ളിയറയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിട്ടാണ്. എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതലേ ഈ പള്ളിയറ തുടങ്ങിയിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് കണ്ടോ, ഇത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഏട്ടൻ ചെയ്താണ്. ഭയങ്കര നല്ല ഭംഗിയാണ് വരച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിൽ നല്ല ഭംഗിയായി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ടോ, വാളാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ തെയ്യത്തിൻ്റെ വാളാണ്. നമ്മുടെ വെളിച്ചപ്പാടന്മാരൊക്കെ തെയ്യം നടത്തുന്ന സമയത്ത് ആ വാളൊക്കെ എടുക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കുഞ്ഞു വാളൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പുതുക്കി പണിതതിന് ശേഷം കേട്ടോ ഞാനിതൊക്കെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് ഇപ്പോഴത്തെ പള്ളിയറ കാണാൻ വേണ്ടിയിട്ട്. വിളക്കൊക്കെ കത്തിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ തെയ്യമൊക്കെ നടത്തുന്ന സമയത്ത് തെയ്യത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പീഠം എന്ന് പറയും, പീഠവും ഉണ്ട് അവിടെ തന്നെ. ഞങ്ങളുടെ വിശ്വാസമാണ് തെയ്യം. ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ശരിക്കും തെയ്യത്തിന് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അമ്പലത്തിൽ അങ്ങനെ നമ്മൾ അധികം പോവാറൊന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോവുള്ളൂ. പക്ഷെ ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക പരിഗണനയാണ് ഞങ്ങൾ ഇതിന് കൊടുക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം അതായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തെയ്യങ്ങളുണ്ട് കേട്ടോ. അതിനൊക്കെ ഓരോരോ കഥകളുണ്ട്. നമ്മളെ കുഞ്ഞുനാളിൽ തെയ്യമൊക്കെ കാണാനിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞുതരും. ഇത് ഗുളികൻ്റെ പ്രതിഷ്ഠയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഇത് മുമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അക്കരെ ഭാഗത്തായിരുന്നു. കുറച്ചും കൂടെ ഒരു കാട് സൈഡിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്.
അല്ല, ആ ഒരു പ്രതിഷ്ഠ ഞങ്ങൾ ഗുളികൻ തെയ്യത്തിൻ്റെ പ്രതിഷ്ഠ നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ മാറ്റിയതാണ്. അത് ഈ വർഷം പുതുക്കി പണിഞ്ഞ സമയത്ത് നമ്മൾ ചെയ്ത കാര്യമാണ്. പിന്നെ എല്ലാ വർഷവും തെയ്യം നടത്തുന്ന സമയത്ത് ഒരുപാട് നേർച്ചകളൊക്കെ നേരുന്നവരുണ്ടാവും. പിന്നെ ആദ്യമൊക്കെ ഞങ്ങളുടെ ഇവിടേക്ക് തെയ്യം കാണാനൊന്നും അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഞങ്ങളുടെ കാസ്റ്റിൽപ്പെട്ടുള്ളവരായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പുറത്തുള്ളവരൊക്കെ വരും. അവർ വന്നിട്ട് ചിലപ്പോൾ അവർക്കും കൂടെ നേർച്ചകളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ അത്രയും വിശ്വാസമാണ് ഞങ്ങളുടെ ഈ തെയ്യത്തിനെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരും വരും, അവരും കൂടും ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. നമ്മുടെ ഒരു വിശ്വാസത്തെ അംഗീകരിക്കുന്നവരും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. പിന്നെ തെയ്യത്തിനെ കുറിച്ച് എനിക്കങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കേട്ട് അറിയുന്നല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയച്ഛന്മാരോട് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ തെയ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ തെയ്യത്തിൻ്റെ വീഡിയോസൊക്കെ ഇടും. അപ്പം ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.